സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും, ചിലരുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, അതുപോലെ രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ, മധുസൂദൻ മിസ്ട്രി തുടങ്ങിയ ആളുകളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലവിലെ സ്ഥിതികളും പുതിയ പദ്ധതികളും പുതിയ ഗവൺമെന്റ് തീരുമാനങ്ങളും AICC നേതാക്കളെ വി.ഡി. സതീശൻ ധരിപ്പിക്കും. അവരുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ട് ആണ് സതീശൻ ഡൽഹിയിലെത്തിയത് എന്നാണ് റിപ്പോർട്ട്. കെ.സി. വേണുഗോപാലിനെ നേരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ട് സതീശൻ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. വിവിധ ചർച്ചകളും നടത്തി. KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സതീശൻ ഡൽഹിയിലേക്ക് പോയത് എന്നും സൂചനകൾ ഉണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വളരെ പ്രാധാന്യത്തോടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും AICC പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നാണ് സൂചന. വിവിധ ലിസ്റ്റുകൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് പ്രാപ്തനായ ഒരു വ്യക്തിയെ തന്നെ AICC അംഗീകരിക്കും. അദ്ദേഹം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനാവുകയും ചെയ്യും. മാത്രമല്ല, ചൊവ്വാഴ്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. കേരളത്തിലെ പുതിയ ഭരണ സംവിധാനത്തിനും മുഖ്യമന്ത്രിക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും എല്ലാവിധ പിന്തുണ കേന്ദ്ര സർക്കാരിന്റെയും തന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സത്യപ്രതിജ്ഞാ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളുമായിട്ടും സാമ്പത്തിക സഹായങ്ങളുമായി ബന്ധപ്പെട്ടും വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ് ഈ ഒരു സർക്കാർ സംവിധാനത്തോട് കാണിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ പലതരത്തിൽ കേന്ദ്ര സർക്കാർ കടുംവെട്ടുകൾ നടത്തിയെന്നും കേന്ദ്ര സർക്കാർ വേണ്ടത്ര അർഹത കേരളത്തിന് നൽകിയില്ല എന്നും കേരളത്തോട് ചിറ്റമ്മ നയമാണ് കാണിച്ചത് എന്നും LDF സർക്കാരും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വി.ഡി. സതീശന്റെ മുന്നിൽ എല്ലാ വാതിലുകളും പ്രധാനമന്ത്രി തുറന്നിട്ടിരിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, കേരളത്തെ വിദ്യാഭ്യാസ സംസ്കാരത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഒക്കെ തന്നെ എല്ലാവിധ പദ്ധതികളും സാമ്പത്തിക സഹായവും പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കാണുന്ന മീറ്റിംഗിൽ സതീശന് വാഗ്ദാനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് നൽകിയാൽ അത് വാക്കാണ് എന്നുള്ള വിശ്വാസം വി.ഡി. സതീശനും ഉണ്ട്. മാത്രമല്ല, പുതിയ സർക്കാരിന്റെ അധിപനായി അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രിയെ അദ്ദേഹം കാണുകയാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ വ്യാപകമായ ചർച്ചകളും ആ ചർച്ചകൾ ഫലവത്താകും എന്നുള്ള പ്രതീക്ഷയുമാണ് കേരളത്തിലെ ജനങ്ങൾക്കും മന്ത്രിമാർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. വി.ഡി. സതീശന്റെ ഡൽഹി സന്ദർശനം ചൊവ്വാഴ്ച പൂർത്തിയാക്കി അദ്ദേഹം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കും. മാത്രമല്ല, KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷവും അദ്ദേഹം കൃത്യമായൊരു തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ പദ്ധതികൾക്കും കേന്ദ്ര സഹായം തീർച്ചയായിട്ടും മോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടും. മാത്രമല്ല, കേരളത്തിന്റെ ആ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. അടിയന്തരമായി എന്തെങ്കിലും സഹായം, സാമ്പത്തിക സഹായം വേണമെങ്കിൽ അത് നൽകാനും പ്രധാനമന്ത്രി തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വി.ഡി. സതീശന്റെ സന്ദർശനം തുടരുകയാണ്.